ഒരു നബിദിനാഘോഷം കടന്നു വരുന്നത് റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞിട്ടാ. ആരാ പറഞ്ഞെന്നറിയോ? സമസ്തക്കാർ ഏറ്റവും കൂടുതൽ ആദരവോട് കൂടെ കാണുന്ന തഴവ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. എന്താ അൽ മവാഹിബുൽ ജലിയ? അൽ മവാഹിബുൽ ജലിയ മുഞ്ചി കാട്ടി അഹദോന്റെ മറുകൾ അറിയിക്കുവാനോ രുക്ക് കൂട്ടി തഴവ ഉസ്താദല്ലേ അലിവിൻ പോക്കൊഴിഞ്ഞില്ലേ തഴവ ഉസ്താദല്ലേ അലിവിൻ പോക്കൊഴിഞ്ഞില്ലേ. തഴവ കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ പറ്റി പറയാം. അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ മുഞ്ച് കാണിച്ച ഗ്രന്ഥമാണ്. അഹദോന്റെ അമറുകൾ വരമൊഴികളാൽ വരച്ചു കാണിച്ച പണ്ഡിതനാണ്. ആ തഴവ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പറഞ്ഞെന്താണെന്നറിയോ? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് ബന്ദർമിഷ്ടനാ. എന്തിനാ അതിന്റെ 2 വരി കൂടെ പാടിയത് എന്നറിയോ? 300 ശേഷമാണെന്ന് പറഞ്ഞു നിർത്തിയ നമ്മുടെ ഉസ്താദുമാര് പറയും കണ്ടോ, സലഫുകൾ അതിന്റെ ബാക്കി വായിക്കാത്തത് കൊണ്ടാ. എന്താ ബാക്കിയിലൂടെ പറഞ്ഞത് എന്നറിയോ? ഇർബലിന്റെ ഭരണാധികാരി മുദഫർ എന്ന് പറയുന്ന രാജാവാണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ ആരാ മുദഫർ രാജാവെന്നറിയോ നിങ്ങൾക്കോ? അദ്ദേഹം രാജാക്കന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണോ എന്ന് സമം നടത്താനാണ് മുസ്ലിയാക്കന്മാരുടെ സമമെങ്കിലോ പഠിച്ചോ. ആദ്യമായി മൗലിദുണ്ടായത് 300 കൊല്ലത്തിന് ശേഷമാ. മുദഫർ രാജാവ് കൊണ്ടുവന്നതോ ഹിജ്റ 600 ശേഷമാ. എവിടെയാ തെളിവെന്നറിയോ നിങ്ങൾക്ക്? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായ, അതിന്റെ ഇൻഡെക്സ് പരിശോധിക്കുന്നവർക്കറിയാം. ഹിജ്റ 630 എന്ന് പറയുന്ന ഒരു ബാബുണ്ട്. സലാസും വസിത്തുമിയ എന്ന് പറയുന്ന ബാബിൽ പറയാ, ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതനാണ് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയോ. അങ്ങനെ ഹിജ്റ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് മരണപ്പെടുന്ന കാലഘട്ടം വരെ മുളഫർ രാജാവിനെ കെങ്കേമമായി ആഘോഷിച്ചു എന്ന് പറയുമ്പോ, അതും റബീഉൽ അവ്വലില് മുദഫർ രാജാവ് ഇർബൽ ഭരിച്ചത് 300 കൊല്ലത്തിലല്ല, 600 കൊല്ലത്തിലാ. ഇനി പ്രിയമുള്ളവരെ, ആരാ മുദഫർ രാജാവ് എന്നറിയോ? ഷിയാചാരനാ. പണ്ഡിതന്മാരെ ചീത്ത പറയാൻ പോലും മടിയില്ലാത്ത മനുഷ്യനാണ് എന്ന് പണ്ഡിതന്മാരാണ് പ്രിയമുള്ളവരെ രേഖപ്പെടുത്തി വെച്ചത്. ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് ഇതിനെ കെങ്കേമമായി ആഘോഷിച്ചത് എന്ന് പറയും. എന്റെ വാക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ലെങ്കിൽ ഇതാ സുന്നത്ത് മാസിക 2001 ജൂൺ മാസത്തിലൂടെ പുറത്തിറക്കിയ ആ ലക്കത്തിലൂടെ പറയാണതിന്റെ 17ാമത്തെ പേജിൽ പറയാ, നബിദിന ആഘോഷത്തിന്റെ ഉത്ഭവത്തെ പറ്റി ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ഹിജ്റ 6ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ നബിദിനാഘോഷങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല. ഇനിയോ തെളിവേണോ? ഇതിന്റെ തുടക്കം എന്താണ് പറയുന്നത് എന്നറിയോ? മൗലിദിന്റെ മൗലികത എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. സദാസമയവും മനസ്സും ശരീരവും പ്രവാചകരോടൊപ്പമായിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾക്ക് തിരുനബിയുടെ ജീവിതത്തില് അനർഘ നിമിഷങ്ങളെ പ്രത്യേകം ആഘോഷിക്കേണ്ടതില്ലായിരുന്നു. സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്ക് റസൂലുള്ളാഹിനെ ഓർക്കാ പ്രത്യേകം ആഘോഷം വേണ്ട എന്ന് പറയുമ്പോ, അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുസ്ലിമേ, നിനക്ക് റസൂലുള്ളാഹിനെ ഓർക്കാൻ ഒരു റബീഉൽ അവ്വൽ 12 വേണോ? രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോ പ്രാർത്ഥനയോടുകൂടെ എഴുന്നേൽക്കുന്നവരോ, വസ്ത്രം ധരിക്കുമ്പോ പ്രാർത്ഥനയോടുകൂടെ ധരിക്കുന്നവനോ, വലത് കാലിലൂടെ ചെരുപ്പ് ധരിക്കുന്നവനോ, ഇടത് കാല് വെച്ച് ബാത്റൂമിലേക്ക് കയറുന്നവനോ, ഭക്ഷണം കഴിക്കുന്നിടത്തും കുടിക്കുന്നിടത്തും അല്ലാഹുവിന്റെ
ഹബീബിന്റെ ചര്യ പാലിക്കുന്നവന് ആ റസൂലുള്ളാഹിനെ ഓർക്കാ. ഒരു കൊല്ലം വേണമെന്ന് പറഞ്ഞ അത് പ്രവാചകനോട് സ്നേഹമല്ലല്ലോ, റസൂലുള്ളാഹിനെ ധിക്കരിക്കലല്ലേ. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇങ്ങനൊരു ആഘോഷമില്ല. ഇനിയോ നിങ്ങൾ നോക്കിക്കോ,